യോഗേട്ടനാണ്. ഞാനിപ്പോൾ നിൽക്കണതേ വാടാനപ്പള്ളി പഞ്ചായത്തിലാണ് കേട്ടോ. വാടാനപ്പള്ളി പഞ്ചായത്തിൽ ഗണേശമംഗലം ബീച്ച് എന്നൊക്കെ പറയും. മുമ്പ് കുറച്ച് നാൾ മുന്നേ നമ്മളിവിടെ വന്നിട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അതിഭയങ്കരമായിട്ടുള്ള കടലേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അന്ന് നമ്മൾ ഈ റോട്ടിൽ കൂടെയാണ് വന്നത്, വണ്ടിയുമായിട്ട് വന്നത്. ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. കണ്ടോ, റോഡ് തകർന്ന് പകുതിയോളം റോഡ് ഇങ്ങനെ കുഴിച്ചെടുത്ത് കൊണ്ടുപോയിരിക്കുക. കണ്ടോ, നല്ല റോഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുന്നേ ഇവിടെ റീടാറിങ് കഴിഞ്ഞതാണ്. ആ റോഡിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത്. റോഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം പുതിയ റോഡാണെന്നുള്ളത്. പുതിയ റോഡായിരുന്നു അന്ന് നമ്മൾ വരുമ്പോഴും, പുതിയ റോഡ് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ അവസ്ഥ ഇത് കണ്ടില്ലേ, കംപ്ലീറ്റ്ലി തകർന്ന് നാമാവശേഷമായിട്ട് നിൽക്കുകയാണ്. തെങ്ങുകളൊക്കെ മറിഞ്ഞു വീണെടുക്കുന്ന പച്ച തെങ്ങുകൾ കണ്ടോ. ഇപ്പോൾ വീണിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടാലറിയാം. ചെറിയൊരു വാട്ടം പോലും വന്നിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വീണിട്ടുള്ള തെങ്ങുകളാണത്. നല്ല പച്ച നിറത്തിൽ നിൽക്കുന്ന തെങ്ങുകൾ, ചെറിയ തെങ്ങും തൈകൾ മുതൽ വലിയ തെങ്ങുകൾ വരെ തകർന്ന് വീണെടുക്കുന്നുണ്ടോ. ഈ റോഡ് അവിടെ നിന്ന് നമ്മുടെ ബദർപള്ളി ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയിരുന്ന റോഡാണ് കേട്ടോ. ഈ റോഡ് അറ്റം വരെ വാടാനപ്പള്ളി ബീച്ചായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടായിരുന്ന റോഡാണ്. പക്ഷേ അത് കുറേ നാളായിട്ട് അവിടെ നിന്നൊക്കെ പോയി. പക്ഷേ ഇപ്പോൾ ഇവിടെ നല്ല റോഡും, അതുപോലെ തന്നെ ഈ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരുപാട് വീടുകളും താമസക്കാരും ഒക്കെ ഇപ്പോഴും നിലവിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അത്. ഈ റോഡിൻ്റെ പടിഞ്ഞാറ് സൈഡിലെ വീടുകളെല്ലാം മുമ്പേ തന്നെ പോയി, ഇനി ഒന്നും തന്നെ ബാക്കിയില്ല. പക്ഷേ കിഴക്കേ സൈഡിൽ റോഡിൻ്റെ കിഴക്ക് ഭാഗത്ത് ഇപ്പോഴും ഒരുപാട് വീടുകൾ ബാക്കിയുണ്ട്, താമസക്കാരുണ്ട്. അവരൊക്കെ ഇത്രയും അടുത്ത്, കടലിൻ്റെ ഇത്രയും അടുത്ത് ഉള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എത്രത്തോളം കടൽ കയറി വന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇവിടെ ഒന്നും നിൽക്കാൻ നമുക്ക് ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റില്ല, കാരണം ഇടിഞ്ഞങ്ങ് പോകും. കാരണം അടിയിൽ നിന്നൊക്കെ മണ്ണ് കുഴിച്ചെടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ് കേട്ടോ. കുഴിച്ച് കൊണ്ടുപോകുന്ന ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നുണ്ടോ? ഇലക്ട്രിക് പോസ്റ്റ് ഇതൊക്കെ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതിലേക്കൊക്കെ വെള്ളം അതിഭയങ്കരമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിഭീകരമായിട്ട് കുഴിച്ചിങ്ങനെ റോഡിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ ഞാനിവിടെ വന്നിട്ട് ഇവിടുത്തെ കടലാക്രമണത്തിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, അതായത് അടിയന്തിരമായിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ളത്. പക്ഷേ യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ചെറിയ കുറച്ച് പൈസ കൊണ്ട് ഇവിടെ ജിയോ ബാഗ് ഇടാം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെയാണ് കളക്ടർ അടക്കം വന്ന് നോക്കിയിട്ട് എടുത്തതെന്നൊക്കെയാണ് അറിഞ്ഞത്. ജിയോ ബാഗ് ഇടാം എന്നുള്ള ചർച്ചകൾ നടന്നു. പക്ഷേ അത് ഇവിടെ ഉള്ളവർക്കും സ്വീകാര്യമല്ല. കാരണം ജിയോ ബാഗ് ഇട്ടതുകൊണ്ട് ഇവിടെ യാതൊന്നും നടക്കാൻ പോകുന്നില്ല. ആ ജിയോ ബാഗ് അങ്ങ് കൊണ്ടുപോകുമെന്നല്ലാതെ ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ ജിയോ ബാഗ് കടലെടുത്ത് പോകും എന്നല്ലാണ്ട് ജിയോ ബാഗ് ഇവിടെ ഇട്ടതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. കാരണം ഈ ജിയോ ബാഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് ഒഴുകി വരുന്ന വെള്ളത്തിനെ തടഞ്ഞു നിർത്താൻ വേണമെങ്കിൽ ഉപയോഗിക്കാമെന്നല്ലാതെ ഈ കലിതുള്ളി ശക്തമായിട്ട് വരുന്ന തിരമാലകൾക്ക് മുന്നിൽ ഈ ജിയോ ബാഗിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിടിച്ച് നിൽക്കാൻ പോലും കഴിയില്ല. അത് തകർന്നു പോവും, പൊളിഞ്ഞു പോവും, അത് അങ്ങനെ കടലെടുത്തിട്ട് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിൽ ജിയോ ബാഗ് ഇടുക എന്ന് പറയുന്നത് വെറും അഴിമതി മാത്രമാണ്. ജിയോ ബാഗ് ഇട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നശിച്ചു പോകും. അതിൻ്റെ ആ ഒരു പണം കളയാന്നല്ലാണ്ട് യാതൊരു പ്രയോജനമില്ല. ഇവിടെയൊക്കെ ശക്തമായിട്ടുള്ള കടൽ ഭിത്തി ഇടുക, അല്ലെങ്കിൽ ചെല്ലാനം മോഡലിലുള്ള ടെട്രാപോഡ് കടൽ ഭിത്തി എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട്, അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഞാൻ കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷവും ഒക്കെ പറയുന്നൊരു കാര്യമാണ് ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ. പക്ഷേ ഈ കാര്യത്തിൽ ഗവൺമെൻറ്റുകൾക്ക് ഏത് ഗവൺമെൻറ് ആണെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ റോഡ് കുറച്ച് കാലം മുന്നേ എത്ര ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് ഈ റോഡ് റീടാറിംഗ് ഒക്കെ ചെയ്ത് പുതുതാക്കിയത്. ആ റോഡ് കണ്ടോ, ആ റോഡ് പോയി. ഇനിയിപ്പോൾ വീടുകളിലേക്കൊക്കെ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളും പോകുന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇത് കുഴിച്ച് കുറച്ചുകൂടി കയറി കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ പോവും. ഇത് അപകടം കൂടിയാണ്, കാരണം ഇതിലൊക്കെ കറണ്ട് ഉള്ളതാണ്. കണ്ടോ, 3 ഫേസ് ലൈനാണ് ഈ പോകുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് പോസ്റ്റുകളിലേക്കും വന്നു കഴിഞ്ഞാൽ അതും അപകടമാണ്. അതിൻ്റെ അപ്പുറത്ത് ആ വീടുകൾ, അവിടേക്കൊക്കെ കറണ്ട് പോകുന്നത് ആ ഇലക്ട്രിക് പോസ്റ്റ് വഴിയാണ്. ഇത് ഇവിടെയുള്ള വീടുകളൊക്കെ നമ്മൾ മുമ്പേ കാണിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ നേരത്തെ പോയിട്ടുള്ള വീടുകളാണ്. വീടുകൾ പോയി പിന്നെ ഹോം സ്റ്റേകളും ഒക്കെ ആയിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന വീടുകളും ഒക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ പിന്നെ നേരത്തെ പോയതാണ്. പക്ഷേ അതിൻ്റെ തൊട്ട് അടുത്ത് വരുന്ന ഈ റോഡും അതിന് അപ്പുറത്ത് വരുന്ന വീടുകളും കൂടെ ഇപ്പോൾ വളരെയധികം ഭീഷണിയിലാണ് കേട്ടോ.
ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇവിടെയൊക്കെ എന്നേ സംരക്ഷിക്കേണ്ട സ്ഥലമായിരുന്നു എന്നറിയോ. ആളുകൾ അത്രയധികം തിങ്ങി പാർക്കുന്ന ഒരു മേഖലയായിരുന്നു ഇത്. ആ ഒരു മേഖലയിൽ നിന്ന് ഇപ്പോൾ ആളുകളെല്ലാം ഇപ്പുറത്തെ സൈഡിലുള്ള ആളുകളെല്ലാം പോയി. ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡിലുള്ള ആളുകൾ അങ്ങനെ കടലിൽ കയറി വരും തോറും ആളുകളെയൊക്കെ ഒഴിപ്പിച്ച് ഇങ്ങനെ വിടുക. ഗവൺമെൻറ്റിന് ഇതിൽ കടൽ ഭിത്തി കെട്ടി സംരക്ഷിക്കാനോ അല്ലെങ്കിൽ കടൽ കയറാതെ നോക്കാനോ ഒന്നും യാതൊരു താല്പര്യവുമില്ല. അത് ഏത് ഗവൺമെൻറ് ആയാലും, സെൻട്രൽ ആയാലും സ്റ്റേറ്റ് ആയാലും, ഇനി ഏത് ഗവൺമെൻറ് ആയാലും അവർക്ക് ജനങ്ങളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അല്ലാതെ കടലിനെ തടയിടണം എന്നുള്ളൊരു ചിന്ത ആർക്കും ഇല്ല. കടലിനെ തടയാൻ പറ്റില്ല എന്നൊക്കെ പലരും പറയും. ആഗോളതാപനമാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ എൻ്റെ വീഡിയോയ്ക്ക് താഴെയും അത്തരത്തിലുള്ള കമൻറ്റുകൾ ഒരുപാട് വരാറുണ്ട്. പക്ഷേ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ചെല്ലാനത്ത് തെളിയിച്ചൊരു കാര്യമാണ്. ചെല്ലാനത്ത് എല്ലാവരും അതുപോലെ ഒഴിപ്പിച്ച് വിടാമായിരുന്നല്ലോ ഗവൺമെൻറ്റിന്, എന്തുകൊണ്ട് ചെയ്തില്ല? ചെല്ലാനത്ത് നല്ല രീതിയിലുള്ള കടൽ ഭിത്തി കെട്ടിയപ്പോൾ ആ കടൽ ഭിത്തി കെട്ടിയ ഭാഗം അവിടെ സേഫായി, ആളുകളിപ്പോൾ സേഫായിട്ട് ജീവിക്കുന്നില്ല. അപ്പോൾ അതുപോലെ ചെയ്യാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ അതിന് ചിലവാക്കുന്നതിനേക്കാൾ വളരെ തുച്ഛമായിട്ടുള്ള പൈസ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിനെ മാറ്റി പാർപ്പിക്കാൻ, ഇപ്പോൾ പുനർഗേഹം എന്ന് പറയുന്ന ഒരു പദ്ധതി വളരെയധികം കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ പുനർഗേഹം വഴി ഒരു കുടുംബത്തിനെ മാറ്റി പാർപ്പിക്കാൻ സർക്കാരിന് വെറും 10 ലക്ഷം രൂപയാണ് ചിലവ്. അത് സർക്കാരിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ളൊരു ചിലവാണ്. പക്ഷേ 1 കിലോമീറ്റർ ദൂരത്തിൽ കടൽ ഭിത്തി ഇടണമെങ്കിൽ അതിനേക്കാളും എത്രയോ രൂപ ചിലവാകും. 1 കിലോമീറ്റർ ദൂരത്തിൽ ഇപ്പോൾ എത്ര കുടുംബങ്ങളുണ്ടാവും മാറ്റി പാർപ്പിക്കാൻ? വളരെ കുറച്ച് കുടുംബങ്ങളുണ്ടാവും. ആ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണമെങ്കിൽ വളരെ ചെറിയ തുക സർക്കാരിന് മതി. അപ്പോൾ സർക്കാർ അവിടെ കണക്കാക്കുന്നത് ലാഭം മാത്രമാണ്. അല്ലാതെ നമ്മുടെ നാടിൻ്റെ ഭൂമി, ഇതിപ്പോൾ വാടാനപ്പള്ളി പഞ്ചായത്താണ്. വാടാനപ്പള്ളി പഞ്ചായത്തിൻ്റെ വിസ്തൃതി കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ള കാര്യം പഞ്ചായത്ത് അധികൃതർ അറിയുന്നുണ്ടോ? അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയുടെ തീരദേശങ്ങളിലെ വിസ്തൃതി കുറഞ്ഞു വരുന്നുണ്ട്. കേരളത്തിൻ്റെ ഭൂവിസ്തൃതി കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പാഠപുസ്തകത്തിലും അതുപോലെ PSCക്ക് പഠിക്കുന്നവരുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ ടോട്ടൽ ഭൂവിസ്തൃതി ഇത്ര കിലോമീറ്ററാണ് എന്നൊക്കെ, കിലോമീറ്റർ സ്ക്വയർ ആണ് അല്ലെങ്കിൽ ഇത്ര ഹെക്ടറാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ലേ? പക്ഷേ ഇപ്പോൾ അത്ര ഉണ്ടാവുമോ? കാരണം ഏങ്ങണ്ടിയൂർ, നമ്മുടെ ചേറ്റുവ, പുലിമുട്ട് മുതൽ ഇങ്ങോട്ട് തെക്കോട്ട് നോക്കുകയാണെങ്കിൽ എത്രയോ മീറ്റർ ദൂരം, ഞങ്ങളുടെ അവിടെയൊക്കെ 300 മീറ്ററെങ്കിലും കടലെടുത്ത് പോയിട്ടുണ്ട്. എത്ര കിലോമീറ്ററോളം ദൂരത്ത് 300 മീറ്റർ വീതിയിൽ കടൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും അതുപോലെ ഒരുപാട് ദൂരം കടൽ എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം നമ്മുടെ ഭൂവിസ്തൃതി കുറഞ്ഞിട്ടുണ്ടാവും? നമ്മുടെ ഈ ഒരു പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ജില്ലയുടെ അല്ലെങ്കിൽ ഈ ഒരു സംസ്ഥാനത്തിൻ്റെ ഭൂവിസ്തൃതി എത്രത്തോളം കുറഞ്ഞിട്ടുണ്ടാവും? നിങ്ങളതൊന്ന് ചിന്തിച്ച് നോക്കണം. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയാലേ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഇവിടുത്തെ ജീവിക്കുന്നവരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. തീരദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും അവഗണിക്കപ്പെട്ട് ഇതുപോലെ തന്നെ കഴിഞ്ഞുകൂടുന്ന ഒരു വിഭാഗമായിട്ട് ഇങ്ങനെ മാറി. ഇവിടേക്ക് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, തീരദേശത്തിന് വേണ്ടി പണം മുടക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനും ഗവൺമെൻറ്റുകൾക്ക് താല്പര്യമില്ല. ഈ റോഡ് ഇവിടെ വരെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് ഇല്ലാണ്ട് ആയിട്ടോ. റോഡൊക്കെ കംപ്ലീറ്റ് മൂടിപ്പോയി. ഇവിടെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുകയാണ്. കണ്ടില്ലേ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിലെ സുഖമായിട്ട് പോയതായി വഴി കൂടെ. അവിടെയൊക്കെ വീടുകളിലൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ്
ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു അവസ്ഥ കേട്ടോ. കണ്ടില്ലേ, മൊത്തം റോഡെല്ലാം പോയി കംപ്ലീറ്റ്ലി തകർന്നു. ഇത് ഇപ്പൊ താൽക്കാലികമായിട്ട് കൊണ്ടിട്ട കുറച്ച് കല്ലുകളാണ് കേട്ടോ. ഒരു 15 മീറ്റർ ദൂരം ഒരു താൽക്കാലിക കടൽ ഭിത്തി പോലെ ഒരാഴ്ച മുന്നിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഇവിടെ നിൽക്കുന്നുള്ളത് തോന്നുന്നില്ല. കാരണം ഇത് ഒന്നാമത് ഇത് അടുക്കി വെച്ചിട്ടുള്ള രീതി തന്നെ ഒരു ഉറപ്പുള്ള രീതിയിലല്ല. പിന്നെ ഇതൊന്നും ഇവിടെ നിലനിൽക്കുന്ന യാതൊരു ലക്ഷണവും ഇല്ല. അതിന് ശേഷം ഉണ്ടായിട്ടുള്ളതാണ് ഈ കാണുന്നതൊക്കെ. ഈ റോഡ് പോയി, കംപ്ലീറ്റ് റോഡ് പോയി. റോഡ് അവിടം വരെ ഇപ്പോൾ ഉണ്ടായിരുന്നു, അത് പുതുതായിട്ട് റീടാറിങ് ചെയ്തതുമാണ്. പക്ഷേ അതെല്ലാം ഇപ്പോൾ പോയി കംപ്ലീറ്റ്ലി. ഇത് അവിടം വരെയൊക്കെ ഇത് കണ്ടാൽ അറിയാം, നല്ല റോഡാണ്. അതായത് ഒരുപാട് വർഷം പഴക്കമുള്ള റോഡാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, കംപ്ലീറ്റ് ഇപ്പോൾ പോയി. ഈ വീടുകളൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഭീഷണിയിലാണ് ഇവിടെ കഴിഞ്ഞു കൂടുന്നത് കേട്ടോ. കടൽ ഏത് നിമിഷവും കടൽ വരാമെന്നുള്ളൊരവസ്ഥയിലാണ് വീടുകളിലുള്ളവരൊക്കെ ഇവിടെ ജീവിക്കുന്നത്. നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ കാണിച്ചു. ഇത് ഇവിടെ ഒരു വീടിൻ്റെ ഒരു ഹോം സ്റ്റേ ആക്കാനുള്ളൊരു പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോഴാണ് അത് ഇടിഞ്ഞു പോയതും കടലിൽ പോയതും. അപ്പോൾ ആ പണി അവിടെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ രക്ഷയില്ല, അത് കംപ്ലീറ്റ് പോയി. അവിടെ ആ കടൽ ഭിത്തി കുറച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അതവിടെ നിൽക്കുന്നത് കൊണ്ടായിരിക്കണം അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് കംപ്ലീറ്റ് ഇപ്പോൾ ഇതുപോലെ കുഴിച്ച് ഇങ്ങനെ കൊണ്ടുപോകണം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇട്ടൊരു താൽക്കാലിക എന്തോ 4 ലക്ഷം രൂപയോ മറ്റോ ചിലവാക്കിയിട്ട് ഒരു 6 ലോഡ് കല്ല് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു താൽക്കാലിക ഭിത്തിയാണ്. പക്ഷേ അത് കണ്ടില്ലേ, ശരിക്കും അതിൻ്റെ അടുക്കൽ കണ്ടാൽ തന്നെ അറിയാം അത് ഇടിഞ്ഞ് പോകാനുള്ളതാണ്. കാരണം ഒരു കല്ലുകൾ കൃത്യമായിട്ട് അടുക്കിയിട്ടില്ല. അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകളൊക്കെ കണ്ടോ, കൃത്യമായിട്ട് അടുക്കിയിട്ടില്ല. അതൊക്കെ പെട്ടെന്ന് തന്നെ പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ എന്തായാലും അങ്ങോട്ട് പോട്ടെ, എൻ്റെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ വണ്ടി ഉണ്ടാവില്ല. അത്രയും രീതിയിലാണ് ഇപ്പോൾ കടൽ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വണ്ടി എടുത്തിട്ട് ഇനി പോകാൻ പറ്റുമോ അറിയില്ല. കാരണം അവിടെ റോഡ് പോയാൽ ചെറിയൊരു ഗ്യാപ്പിൽ കൂടെയാണ് ഞാൻ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നത്. തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റുമോ അറിയില്ല. എന്തായാലും പോട്ടെ, വെള്ളം നല്ലോണം കയറുന്നുണ്ട്. മഴയും പെയ്തു. ഞാൻ വണ്ടി എടുത്ത് പെട്ടെന്ന് വിടാൻ നോക്കട്ടെ. വെള്ളം കയറിപ്പോ നോക്കിയേ, കണ്ടോ, കടൽ കയറി വരുന്നതാണ് കേട്ടോ. ഇവിടെ ഒരു പുതിയ വീട് പണി നടന്നുകൊണ്ടിരുന്ന വീടാണ് കേട്ടോ. അത് ഒക്കെ ഇനിയിപ്പോൾ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടുത്തെ ഒരവസ്ഥ, നമ്മുടെ അവിടുത്തെ ഒരവസ്ഥ. അതായത് ഏങ്ങണ്ടിയൂർ ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയായിരുന്നു ഞങ്ങളുടെ നാട് ഇല്ലാണ്ടായി പോയത്, ആ ഒരവസ്ഥ തന്നെയാണ് ഇവിടെയും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലിപ്പോൾ വീടുകളൊന്നും ഇല്ലല്ലോ, എല്ലാം പോയല്ലോ. ഇവിടെ കുറച്ച് വീടുകളുണ്ട്, അത് ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുക. അതാണ് സത്യത്തിൽ ഭയങ്കര വിഷമമുണ്ട് പറയാനായിട്ട്. കാരണം തകർന്ന് കിടക്കുന്ന ഈ കടൽ ഭിത്തിയുടെ കല്ലുകളുണ്ടല്ലോ, അത് തന്നെ എന്തെങ്കിലും ഒരു എക്സ്കവേറ്ററൊക്കെ കൊണ്ടുവന്നിട്ട് കോരി എടുത്തിട്ട് ഒരു കടൽ ഭിത്തി പോലെ ഒരു ഉറപ്പിൽ ഇട്ടിരുന്നെങ്കിൽ, അതായത് ഇപ്പോഴല്ല, കടൽ കുറവുള്ള സമയത്ത് വേനൽക്കാലത്തൊക്കെ അതൊക്കെ ചെയ്തിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഒരു പരിധിവരെ കുറയ്ക്കായിരുന്നു. പക്ഷേ ആരോട് പറയാനാണ്, എന്ത് ചെയ്യാൻ? ഈ ഗവൺമെൻറ്റുകളൊക്കെ നിലനിൽക്കുന്നത് ആളുകൾക്ക് വേണ്ടിയാണോ, മനുഷ്യന് വേണ്ടിയാണോ, അതോ ജനങ്ങൾക്ക് വേണ്ടിയാണോ, അതോ അവർക്ക് വേണ്ടിയാണോ എന്നുള്ളത്, അതിൽ ഭരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണോ അതോ ജനങ്ങൾക്ക് വേണ്ടിയാണോ എന്നുള്ളത് നമുക്ക് വളരെയധികം സംശയമുള്ളൊരു കാര്യമാണ്. എന്തായാലും പോട്ടെ കേട്ടോ, വണ്ടി ഇവിടെ വെച്ചിട്ടേ ആകെ വെള്ളം. പിന്നെ മഴ തോരുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാഴ്ചകൾ കാണിക്കാം. അല്ലെങ്കിൽ ഞാൻ പോവാണ്. എന്തായാലും ശരി.